ഇനി വരാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ യുദ്ധം ഏതാണ്ട് തീരാറായി എന്ന് പറയാമെങ്കിലും എണ്ണ പ്രതിസന്ധി ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതിൻ്റെ പരിണത ഫലം അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പലരും ചോദിക്കും, ഈ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടിയതുകൊണ്ട് അത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കല്ല പ്രശ്നമുള്ള, ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം? ഇത് ശരിക്കും തെറ്റായ ചിന്താഗതിയുള്ള ആൾക്കാരാ പറയുള്ളൂ. ഈ പ്രത്യേകിച്ച് ഡീസലിൻ്റെ വില കയറി കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ വില കൂടും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. അതിന് പ്രധാന കാരണം, ഇപ്പോൾ പല സ്ഥലത്തും കൃഷി നടത്തുന്നത് വൈദ്യുതി ഉപയോഗിച്ചല്ല, ഡീസൽ മോട്ടർ ഉപയോഗിച്ച വെള്ളമടിച്ചാണ് ഈ കൃഷികൾ നടത്തുന്നത്. അപ്പോൾ ഡീസലിൻ്റെ വില കൂടി കഴിഞ്ഞാൽ ഈ കൃഷി നടത്താനായിട്ട് വളരെ ചിലവേറും. അതേപോലെ ഈ സാധനങ്ങൾ മാർക്കറ്റിലെത്തിക്കുന്നത് ഡീസൽ വണ്ടിയിലാണ് എത്തിക്കുന്നത്. അപ്പോൾ അതും കൂടും. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഓരോ സംസ്ഥാനങ്ങളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് ഡീസൽ വണ്ടി ഉപയോഗിച്ചാണ്. അപ്പോൾ ഡീസലിൻ്റെ വില വർധനവ് പല മേഖലകളിലേക്കും വ്യാപിക്കും. ഇത് ഇനി വരാനിരിക്കുന്നുള്ളൂ. ഇപ്പോൾ UP, ബീഹാർ അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലും ഈ ഡീസൽ പ്രതിസന്ധി മൂലം കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കൃഷി നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. ഇത് വലിയ ഒരു ഭക്ഷണ പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മെ കൊണ്ടെത്തിക്കുക. അതേപോലെ ഈ വൻ ചൂടാണ് വരാൻ പോകുന്നതെന്നാണ് പല ആളുകളും സൂചിപ്പിക്കുന്നത്. ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളെ കൊണ്ട് നയിക്കുക. വെള്ളം കിട്ടാത്ത അവസ്ഥയും വരും. അതുപോലെ ഈ ചൂട് കൂടുന്ന അവസ്ഥ, പിന്നെ വെള്ളപ്പൊക്കങ്ങൾ, ഇതുപോലുള്ള പല അവസ്ഥകളും വന്നു ചേരും. പിന്നെ ഇതിൻ്റെ ഫലമായിട്ട് എൽ-നിനോ പ്രതിഭാസവും പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഈ അവസാന മാസങ്ങളിലായിരിക്കും വന്ന് അടിക്കുക. അപ്പം നമ്മളെല്ലാവരും, ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോഴേ മുണ്ടുമുറുക്കി ഉപയോഗം നടത്തുക, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ലോക രാജാക്കന്മാർക്കോ ചെയ്യാൻ പറ്റില്ല ഇതിൽ നിന്ന് തലൂരാൻ. ഇത് അനുഭവിച്ച് തന്നെ പോകണം. ഡീസൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രധാനമന്ത്രിമാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡീസൽ വന്നെങ്കിൽ, അതിൻ്റെ ക്രൂഡ് ഓയിൽ വന്നെങ്കിൽ തന്നെ ഡീസലും പെട്രോളും അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ചിലവ് പരമാവധി ചുരുക്കുക എന്നതാണ് പ്രധാന പ്രശ്നം. പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക. സ്വന്തം ഒറ്റയ്ക്ക് പോവാതിരിക്കുക. മറ്റുള്ളവരെയും സ്വന്തം വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സന്മനസ്സും കാണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഭക്ഷണ പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് വരാനാണ് സാധ്യത.